നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വിലയിൽ ചെറിയൊരു കുറവ് നമ്മൾ കണ്ടു. ഒരുപക്ഷെ വില ഇനിയും താഴേക്ക് പോകുമെന്ന് കരുതിയിരുന്നവർക്ക് ഇന്ന് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആശ്വാസം അധികം നീണ്ടു നിന്നില്ല. ഇന്ന് ഫെബ്രുവരി 24 കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇന്ന് പവൻ വിലയിൽ വലിയൊരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കൃത്യമായ കണക്കുകൾ ഒന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ന് കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 14,830 രൂപയാണ് നിരക്ക്. അതായത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇന്ന് 1,18,640 രൂപ നൽകണം. ഇന്നലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പവന് 320 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മാസം കണ്ട സ്വർണ്ണവിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഈ വർഷത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വില ജനുവരി 29 രാവിലെയാണ് രേഖപ്പെടുത്തിയത്. പവന് 1,31,160 രൂപ. കുറവ് ജനുവരി 1 99,040 രൂപ. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില നോക്കുകയാണെങ്കിൽ ഗ്രാമിന് 12,250 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ കൂടുതൽ പേരും ഇപ്പോൾ 18 ക്യാരറ്റ് സ്വർണത്തെ ആശ്രയിക്കുന്നുണ്ട്. വിലയിലെ ഈ മാറ്റം അത്തരം ഉപഭോക്താക്കളെയും കാര്യമായി ബാധിക്കും. വെള്ളി വിപണിയിലും ഇന്ന് സമാനമായ മാറ്റങ്ങളുണ്ട്. സാധാരണ വെള്ളി ഗ്രാമിന് 285 രൂപയ്ക്കാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. എന്നാൽ ഹാൾമാർക്ക് ചെയ്ത വെള്ളിയുടെ വിലയിൽ വലിയ മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വിപണിയിൽ വെള്ളിക്കും ആവശ്യക്കാർ ഏറി വരികയാണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിലെ സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നത്. ആഗോള വിപണിയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്നതും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാരിക്കൂട്ടുന്നതും വില ഉയരാൻ കാരണമാകുന്നു. രണ്ടാമതായി, ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണ ഇറക്കുമതി ചെലവേറിയതാകും. ഇതും നമ്മുടെ വിപണിയിൽ വില കൂടാൻ ഇടയാക്കുന്നു. മൂന്നാമത്തെ പ്രധാന കാരണം ഇപ്പോൾ കേരളത്തിൽ കല്യാണ സീസൺ ആണ് എന്നുള്ളതാണ്. വിപണിയിൽ സ്വർണത്തിന് നല്ല ആവശ്യക്കാരുള്ള സമയമാണിത്. ആവശ്യം കൂടുമ്പോൾ സ്വാഭാവികമായി വിലയും വർദ്ധിക്കും. സ്വർണം ഒരു മികച്ച നിക്ഷേപമായിട്ടാണ് മലയാളി എപ്പോഴും കാണുന്നത്. പണ്ടുകാലം മുതലേ നമ്മൾ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കരുതി പോന്നിരുന്നു. പക്ഷെ വില ഇങ്ങനെ കയറിപ്പോകുമ്പോൾ എപ്പോൾ വാങ്ങണം എന്ന കാര്യത്തിൽ എല്ലാവർക്കും വലിയ ആശയക്കുഴപ്പമുണ്ടാകും. സ്വർണ്ണവില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വിപണിയിലെ പല വിദഗ്ധരും ഇപ്പോൾ നൽകുന്ന സൂചന. അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക അസ്ഥിരതകൾ സ്വർണത്തെ ഒരു സുരക്ഷിത താവളമാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിപണിയിലെ മാറ്റങ്ങൾ ഓരോ ദിവസവും കൃത്യമായി നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് വലിയ തുകയ്ക്ക് സ്വർണം വാങ്ങാതെ വില കുറയുന്ന ഘട്ടങ്ങളിൽ ചെറിയ അളവിൽ വാങ്ങുന്ന ഗോൾഡ് SIP പോലുള്ള രീതികൾ പരീക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ സ്വർണം വാങ്ങാൻ ജ്വല്ലറിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന വിലയ്ക്കൊപ്പം GSTയും പണിക്കൂലിയും കൂടി നിങ്ങൾ നൽകേണ്ടി വരും. സാധാരണ 3% GSTയും ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയും ചേരുമ്പോൾ മൊത്തം തുകയിൽ വലിയ വ്യത്യാസം വരും. അതുകൊണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ മൊത്തം എത്ര രൂപയാകുമെന്ന് മുൻകൂട്ടി ചോദിച്ച് മനസ്സിലാക്കാൻ മടിക്കരുത്. കൂടാതെ പഴയ സ്വർണം മാറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇന്നത്തെ ഹോൾമാർക്കിംഗ് നിയമങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കണം. HUID അടയാളമുള്ള സ്വർണം മാത്രമേ വാങ്ങാവൂ എന്ന് സർക്കാർ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. സ്വർണത്തിന് പുറമെ ഡിജിറ്റൽ ഗോൾഡ്, ഗോൾഡ് ETF തുടങ്ങിയ നിക്ഷേപ രീതികളും ഇപ്പോൾ മലയാളികൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. നേരിട്ട് ആഭരണമായി സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായി ഇത്തരം നിക്ഷേപങ്ങളെ പലരും കാണുന്നു. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ അനുസരിച്ച് ഏതുതരം സ്വർണ്ണ നിക്ഷേപം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഏത് നിക്ഷേപമാണെങ്കിലും കൃത്യമായ ധാരണയോടെ മാത്രം പണം മുടക്കുക. വിപണിയിലെ കൂടുതൽ വാർത്തകളും പുതിയ സ്വർണ്ണവില വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഇക്കണോമിക്സ് ടൈംസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റു വിപണികളിലോ പണം മുടക്കുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യുക. നന്ദി.